guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായോ, ഞാൻ നേരത്തെ ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. നമ്മൾ പാനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ ഗ്രനോള ഉണ്ടാക്കാമെന്നുള്ളത്. മ്യൂസ്ലി അതിൻ്റെ വേറൊരു വേർഷനാണ്, ഇത് ബേക്ക്ഡ് വേർഷനാണ്. നമുക്ക് വീട്ടിൽ തന്നെ പല ഫ്ലേവേഴ്സിൽ നമുക്ക് ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ഫ്ലേവറിലുള്ള ഗ്രനോളയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ഫ്ലേവർ ഗ്രനോള ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഗ്രനോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാല് ഏകദേശം 1 കപ്പ് വരണ പോലെ എടുക്കാം. പക്ഷെ ഞാൻ ഇന്ന് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 4-5 ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ 1 കപ്പ് വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണം. അപ്പോൾ ഇന്നത്തെ ഫ്ലേവർ എല്ലാം ഏകദേശം കോക്കനട്ട് ഫ്ലേവറിലാണ് വരുന്നത്. അതാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ഫ്ലേവേർഡ് ഗ്രനോളയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 4 നിറച്ചും കുമിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ തേനോ എന്താ പറയുക പഞ്ചസാരയോ ശർക്കരയോ ഒന്നും അല്ല അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നത് കോക്കനട്ട് ഷുഗറാണ്, നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഐബോൾ ചെയ്തെടുക്കുകയാണ്. കോക്കനട്ട് ഷുഗറിനാണ് ശരിക്കും ഫ്ലേവർ വരുന്നത്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ കോക്കനട്ട് ഷുഗറിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഗുണങ്ങളും എല്ലാത്തിനെയും പറ്റിയിട്ടും ഞാൻ ഫുഡി ടോക്കിൽ സംസാരിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഇനി ഇത് നമുക്ക് നല്ലൊരു ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു സോസ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പം കാണുമ്പോൾ ചായ ഉണ്ടാക്കുന്ന പോലെ തോന്നും, പക്ഷേ നമ്മുടെ കോക്കനട്ട് ഷുഗറിൻ്റെ കളറാണ് ഇത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത്. സാധാരണ വെളിച്ചെണ്ണയ്ക്ക് അത്ര ഫ്ലേവർ പോരാ. കുറച്ചുകൂടെ ഒരു ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു ടേബിൾ സ്പൂൺ, വലിയൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ കടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാനൊരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തു. അത്യാവശ്യം ചെറിയൊരു നല്ലൊരു തിക്ക് സോസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തിളപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ പത വരാൻ സാധ്യതയുണ്ട്, കാരണം കോക്കനട്ട് ഷുഗർ ആയതുകൊണ്ട്. ഇനി ഞാൻ ഇത് ഇപ്പോഴും ചൂടുണ്ട്, പക്ഷേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. അപ്പം ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പം കാണുമ്പോൾ ശരിക്കും ചായ ഉണ്ടാക്കിയ പോലെ ഇല്ലേ. നിങ്ങൾക്ക് സാധാരണ പഞ്ചസാരയ്ക്ക് പകരം ഹെൽത്ത് വേർഷൻ നോക്കുകയാണെങ്കിൽ ജാഗറി പൗഡർ, ഇങ്ങനത്തെ കോക്കനട്ട് ഷുഗർ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലിക്വിഡ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എള്ളാണ്. ഞാനിപ്പോൾ ഇവിടെ കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്, വെളുത്ത എള്ളും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ പകുതി വെളുത്ത എള്ളാണ്, 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, കണ്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഈ ലിക്വിഡിലേക്ക് ആഡ് ചെയ്യാൻ കാരണം ഈ ലിക്വിഡിൽ അത് സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പോകും, അതുകൊണ്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും എടുക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സിൽ ചെയ്യാം, പക്ഷേ സാധാരണ റോൾഡ് ഓട്സിൽ ചെയ്യുന്നതിൻ്റെ പകുതി സമയം മതിയാവും ഇൻസ്റ്റൻറ്റ് ഓട്സ്. കാരണം ഇൻസ്റ്റൻറ്റ് ഓട്സ് വളരെ തിന്നായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയതുകൊണ്ട് അങ്ങനെ വരും. ഓട്സിനെ പറ്റിയിട്ടും ഞാനൊരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ കണ്ടിട്ടില്ലെങ്കിൽ. ഞാനൊരു 4-5 കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 കപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓട്സ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ലിക്വിഡ് ബാക്കി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 4 to 5 കപ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ റോൾഡ് ഓട്സാണ് കുറച്ചുകൂടെ ഹെൽത്തി. നമുക്കിതെല്ലാം ഒന്ന് കോട്ടായിട്ട് എല്ലാ ഫ്ലേവേഴ്സും എല്ലാവിടേക്കും എത്തണം. ഇത് നമുക്ക് പല ഫ്ലേവറിൽ ചെയ്യാം.
ഇന്ന ഫ്ലേവർ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ സൺഫ്ലവർ സീഡ്സോ ഫ്ലാക്സ് സീഡോ ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ സാധാരണ എള്ള് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഞാനിതിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു ഐഡിയ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/3 കപ്പ് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/3 കപ്പ് കാഷ്യൂ നട്ട്. ഞാനിപ്പോൾ കട്ടായിട്ടുള്ള സ്പ്ലിറ്റ് കാഷ്യൂ നട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ തന്നെ എടുക്കാം. എന്നിട്ടെല്ലാം ഒന്ന് വീണ്ടും മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു നല്ലൊരു കോൺട്രാസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പംകിൻ സീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതായത് 1/3 കപ്പില്ല, നിറച്ച് പറയുകയാണെങ്കിൽ പകുതിയേ ഉള്ളൂ. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതെല്ലാം മിക്സ് ചെയ്യണം. കഴിഞ്ഞില്ല, ഇനി ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഇത് നന്നായിട്ട് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് പകുതി 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യണം. പക്ഷേ ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത ശേഷമാണ് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ അത് ഇപ്പം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ അത് ആഡ് ചെയ്യാത്തത്. ഞാനിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ള് മാത്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആ കളർ ഇതിൽ കാണാത്തതുകൊണ്ടാണ് ഞാൻ കറുത്ത എള്ളും കൂടെ എടുത്തത്. അപ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് നിറം ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാമെന്നുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഞാനിത് ബേക്ക് ചെയ്യും. ബേക്ക് ചെയ്ത് പകുതി സമയമാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണോ എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ബേക്കിംഗ് ഷീറ്റിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിനി ഇത് ആദ്യം ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്താ ചൂട് വരുന്നുണ്ട്. ഇനി ചൂടാറും തോറുമാണ് ഇത് ക്രിസ്പായിട്ട് വരുന്നത്. ഇപ്പോൾ അറിയില്ല, ബട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1/2 കപ്പോളം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് വേണമെന്നില്ല കേട്ടോ, ഒരു 1/4 കപ്പ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു കോക്കനട്ട് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമുക്ക് ഫ്ലേക്സ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പായസത്തിനൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി അതിൻ്റെ ഡ്രൈ കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത് ഓൾമോസ്റ്റ് പൊടിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് റോസ്റ്റിങ്ങിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് പെട്ടെന്ന്, അല്ലാതെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഈ 10 മിനിറ്റ് ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റായിട്ട് നല്ല ടോസ്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ വരും നമുക്ക്. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എല്ലാവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ പോവാണ്. ബേക്ക് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗ്രാനോള ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബ്ലൂബെറി, ക്രാൻബെറി, ഗോജി ബെറീസ്, സ്ട്രോബെറി, ഗോൾഡൻ ബെറി, ചെറീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള മിക്സ്ഡ് ബെറി ഞാനതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1/4 കപ്പോ എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബെറീസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബെറീസ് എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഇനി ഇത് ചൂടാറും തോറും ഇനിയും ഹാർഡായിട്ട് വരും. അപ്പം അതിന് മുമ്പ് ഇപ്പം തന്നെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി ഇത് നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. വേണ്ട സമയത്ത് എടുത്ത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പാലൊഴിച്ചിട്ട് കഴിക്കാം. ഞാനെപ്പോഴും ഗ്രാനോള പ്രിഫർ ചെയ്യുന്നത് കുറച്ച് തൈര് കൂട്ടി കഴിക്കാനാണ്. നല്ല ടേസ്റ്റാണ്. കാരണം ഇതിന് അത്യാവശ്യം മധുരമുണ്ട്. തൈരും കൂടെ ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റായിരിക്കും. നിങ്ങളൊന്നും അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രാനോള റെഡിയായി. നല്ല ക്രിസ്പായിട്ട് വന്നിരിക്കുന്നുണ്ടോ. നല്ല കോക്കനട്ട് ഫ്ലേവർ ഗ്രാനോളയാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.